ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷിൻചാൻ എന്നുള്ള കഥാപാത്രത്തിൻ്റെ ഒറിജിനൽ റിയൽ സ്റ്റോറിയെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ കഥ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഷിൻചാൻ എന്ന് പറയുന്നവർ ഒരു കാർട്ടൂൺ എനിക്ക് എല്ലാവർക്കും അറിയും. ഷിനോസുക്കെ നൊഹാര എന്നാണ് ഷിൻചാൻ്റെ മുഴുവൻ പേര്. ഷിൻചാൻ എന്നത് ഷിൻചാൻ്റെ നിക് നെയിം മാത്രമാണ്. ഷിൻചാന് ഒരു അനിയത്തിയുണ്ട്, ഹിമാവാരി. അതുപോലെ ഒരു അമ്മയും അച്ഛനുമുണ്ട്. അങ്ങനെ ഒരു അടിപൊളി കുടുംബമാണ് ഷിൻചാൻ്റെത്. ഷിൻചാന് ഒരു പെറ്റായിട്ട് ഷിരോ എന്ന് പറയുന്ന ഒരു നായയുമുണ്ട്. അപ്പം ഷിൻചാൻ്റെ അമ്മയുടെ പേര് മിസിയ എന്നാണ്. അങ്ങനെ ഒരു ദിവസം ഷിൻചാനും ഹിമാവാരിയും കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഒരു കാറ് വളരെയധികം സ്പീഡിൽ വരികയാണ് ഉണ്ടായത്. വളരെയധികം സ്പീഡിൽ വന്ന കാറ് തൻ്റെ സഹോദരിയെ ഇടിക്കുമെന്ന് കണ്ട് മനസ്സിലാക്കിയ ഷിൻചാൻ പെട്ടെന്ന് തന്നെ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി സഹോദരിയുടെ അടുത്തേക്ക് ചാടി വീഴുകയാണ് ഉണ്ടായത്. എന്നാൽ സഹോദരിയെ രക്ഷിക്കാനുള്ള തിടുക്കത്തിനിടയിൽ ഷിൻചാനും ഷിൻചാൻ്റെ സഹോദരി ഹിമാവാരിയും രണ്ടുപേരും സ്പോട്ടിൽ തന്നെ അവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അവരുടെ അടക്കമെല്ലാം കഴിഞ്ഞ് തിരിച്ച് കാറിൽ കയറി വളരെ വിഷമത്തോടു കൂടി കാറിൽ കയറിയ മിസായി കാറിൽ ഒരു ക്രയോൺ കണ്ടു. ആ ക്രയോൺ മറ്റാരുടെയുമല്ല, അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ മകൻ്റേതായിരുന്നു, ഷിൻചാൻ്റേത്. അവന് നമ്മൾ കാർട്ടൂണിൽ നോക്കുകയാണെങ്കിലും റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിലും ഷിൻചാന് ക്രയോൺ ഭയങ്കരമധികം ഇഷ്ടമാണ്. നിങ്ങൾ കുറേ ടൈമിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത് മനസ്സിലായൊരു കാര്യമാണ്. അപ്പോൾ ക്രയോൺ കണ്ടപ്പോൾ ഷിൻചാനെ ഓർമ്മ വന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ടും ഷിൻചാനെ ഹിമാവാരിയെ മറക്കാനും ആ ഒരു വലിയ ഷോക്കിൽ നിന്ന് തിരിച്ചു വരാൻ മിസായിക്ക് കഴിഞ്ഞില്ല. അതിനുശേഷം മിസായെ ഷിൻചാൻ്റെയും ഹിമാവാരിയുടെയും ഒരു കഥയാണ്. അവളുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ള രീതി ഇനി മകളും മകനും ജീവിച്ചിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയെല്ലാം ചെയ്തേനെ എന്നുള്ള മിസായിയുടെ ഒരു ഇമാജിനേഷനാണ് നമ്മളിപ്പോൾ കാണുന്ന ഷിൻചാൻ, ക്രയോൺ ഷിൻചാൻ എന്നുള്ള കഥ അല്ലെങ്കിൽ കാർട്ടൂൺ. അങ്ങനെ ഷിൻചാൻ്റെയും ഹിമാവാരിയുടെയും അവളുടെ ഫാമിലിയുടെ എന്ന് വേണം പറയാൻ. അവളുടെ ആ കഥ അവള് മിസായെ എഴുതുകയാണുണ്ടായത്. അത് മിസായയുടെ കൂട്ടുകാരി കാണുകയും അത് നമ്മുടെ ഈ ഒരു ഷിൻചാൻ്റെ ഓദറായിട്ടുള്ള നമ്മുടെ ഓദർക്ക് കൈമാറുകയും ചെയ്തു. അപ്പോൾ ഷിൻചാൻ്റെ അമ്മ പറഞ്ഞിരുന്നത് ഒറ്റൊരു കണ്ടീഷനാണ്, ഷിൻചാനും ഹിമാവാരിയും ഒരിക്കലും അവസാനിക്കരുത് കാർട്ടൂണിൽ. എന്ന് വെച്ചാൽ ഷിൻചാൻ്റെയും ഹിമാവാരിയുടെയും ഒറിജിനൽ കഥയായ ഷിൻചാൻ മരിച്ച കഥ ഒരിക്കലും ഇതിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ കാർട്ടൂണിൽ അറിയത്തുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇപ്പോൾ കാണുന്ന ബുക്കിൻ്റെ ഇടയിലുള്ള മായാവി ലുട്ടാപ്പി കഥകൾ പോലെ അങ്ങനെ ബോക്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു വട്ടത്തിൻ്റെ ഉള്ളിൽ അവൾ പറയുന്ന കാര്യങ്ങളും തമാശകളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന പോലെയുള്ളതൊരു ഇതിലായിരുന്നു ഈ ഷിൻചാൻ അല്ലെങ്കിൽ ക്രയോൺ ഷിൻചാൻ്റെ തുടക്കം. അതിനുശേഷം അത് 1992 നമ്മളിപ്പോൾ കാണുന്ന പോലെ ടെലിവിഷനിലോട്ട് ഷിൻചാൻ മാറുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. എന്നാൽ കുറച്ച് കാലത്തിന് ശേഷം തന്നെ ഷിൻചാൻ്റെ ഓദർ ഒരു മലയിൽ എന്ന് വെച്ചാൽ മൗണ്ടയിൽ വിസിറ്റ് ചെയ്യാൻ പോയപ്പം അവിടെ നിന്ന് നിലത്തേക്ക് കാലിൽ നിന്ന് വീണ് അവിടെ മരണപ്പെടുകയാണ് ഉണ്ടായത്. ആ ഒരു കാരണത്താൽ ആ ഒരു സംഭവത്തിന് ശേഷം മിസായെയും അതുപോലെ ഹിരോഷി നൊഹാരയെയും കാണാനാവുകയാണ് ഉണ്ടായത്. അവൾ നാട് വിട്ടു പോവുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് ഒരു രീതിയിൽ ഷിൻചാൻ്റെ റിയൽ സ്റ്റോറി ആയിട്ട് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മറ്റൊരു കഥ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതെന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഷിൻചാനും ഹിമാവാരിയും അതുപോലെ മിസായയും എപ്പോഴും ഷോപ്പിങ്ങിന് പോകുന്നവരാണ്. അങ്ങനെ അവരൊരു ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ നമ്മൾ കാർട്ടൂണിനോ റിയൽ ലൈഫിലോ കുറേ രീതിയിൽ നമ്മൾ പിന്നെ ബുക്ക് എഴുതിയെന്ന് പറയുന്നത് അതിലൊക്കെയുണ്ട് ഷിൻചാൻ്റെ അമ്മയായ മിസായിക്ക് ഷോപ്പിംഗ് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എപ്പോഴും ഈ സെയിൽ അല്ലെങ്കിൽ പല കാര്യത്തിലും ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അവർ സ്വന്തം മക്കളെ പോലും മറക്കാറുണ്ട്. അതും ചൊല്ലി ഹസ്ബൻഡും
ഈ വൈഫും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് മാത്രമായിരുന്നു മിസായുടെ മറുപടി. അതിനുശേഷം ഒരു ദിവസം ഇവൾ ഇതുപോലെ ഷോപ്പിങ്ങിന് പോയ ടൈമിൽ നമ്മളെ ഷോപ്പിങ്ങിൽ മുഴുകിയിരിക്കുന്ന മിസായെ ഹിമാവാരി പുറത്തു പോകുന്നത് മാളിന് പുറത്തു പോകുന്നത് അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഷിൻചാൻ അത് കണ്ട് ഷിൻചാൻ ഹിമാവാരിയുടെ പുറകെ പോവുകയാണ് ഉണ്ടായത്. ഒരു സഹോദരി റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഒരു കാറ് വന്ന് ഇടിക്കാൻ പോകുന്ന കാര്യം ഷിൻചാൻ നോട്ടീസ് ചെയ്തു. ഹിമാവാരി വളരെ ചെറിയ കുട്ടിയാണ്, അവൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. ഷിൻചാൻ വേഗം ഓടി ഒരു ചേട്ടൻ്റെ കടമ നിറവേറ്റാൻ വേണ്ടി വേഗം ഓടി അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഷിൻചാനും ഹിമാവാരിയും ഒരുമിച്ച് സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് സ്റ്റോറി ആയിട്ട് ഇവിടെ പറയുന്നത്. ഇതിന് ശേഷമാണ് മിസായിക്ക് ഇങ്ങനെ ഷിൻചാനും ഹിമാവാരിയുടെയും ഇമാജിനറി ആയിട്ടുള്ള കഥകൾ എഴുതാൻ തോന്നിയതെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഓദറിൻ്റെ മരണശേഷം പലരും പല രീതിയിൽ ഇതെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഷിൻചാനില്ല, ഇങ്ങനെ ഒരു ഹിമാവാരി ഇല്ല, ഇങ്ങനെ ഒരു കഥ വെറുതെ നമ്മൾ ഈ ഓദറിൻ്റെ ഒരു ഇമാജിനേഷൻ മറ്റുള്ള പോലെ ഒരു ഇമാജിനേഷൻ മാത്രമാണെന്നുള്ളൊരു കാര്യമായിരുന്നു പലരും പറഞ്ഞത്. ഷിൻചാൻ്റെ സ്റ്റോറി ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്